ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിജൂസ് വേൾഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അടിപൊളി മത്തിപ്പീര ഉണ്ടാക്കുകയാണ്. മത്തിപ്പീര ഈ മീൻ വറ്റിച്ചത് എന്നൊക്കെ പറയും. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അത് മാത്രം മതി ഒരു ദിവസം ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ. എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കണം. വീഡിയോ ഫുള്ളായി കാണുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കിയിടുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മീൻ പീര ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ചാളയാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളത്തിലാട്ടാ. ഇനി നമുക്ക് മീനിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുടംപുളി ഇട്ട് വെച്ചാൽ വെള്ളവും കുടംപുളിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ എല്ലായിടത്തേക്കും പിടിക്കണം. അപ്പോൾ മീനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് വേവണ വരെ ഹൈ ഫ്ലെയിമിൽ ഗ്യാസുമൊന്ന് വെക്കാം. മൂടി വെക്കണം കേട്ടോ. എന്നാലാണ് പെട്ടെന്ന് വെന്ത് കിട്ടുകയും അതുപോലെ തന്നെ അതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങുകയും ചെയ്യുക. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ ചിരകി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക, ഇഞ്ചി ചേർത്ത് കൊടുക്കുക, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക, മുളക് പൊടി ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതോടെ ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൊടിയൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് നീക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മത്തിയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായി വന്നിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നന്നായി വെന്തിട്ടില്ല, കുറച്ച് വെന്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അത് വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കതിലത്തെ വെള്ളമൊക്കെ വറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. പാത്രത്തിൽ നിന്നല്ല, ഗ്യാസിന്മേന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീനിൻ്റെ മുള്ള് നമുക്ക് മാറ്റിയെടുക്കാം. ഓരോ മീനിൻ്റെയും മുള്ള് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ആക്കാം. ഇനി നമുക്കത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുള്ളൊക്കെ വരും. അതൊക്കെ നമുക്ക് അപ്പോൾ എടുത്ത് മാറ്റാവുന്നതാണ്.
അപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് ഈ മീൻപീര. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ പൂച്ച ഇവിടെ വന്നിട്ടുണ്ട്. മുള്ളൊക്കെ അവനക്കുള്ളതാണ്. മീൻ്റെ മണം കേട്ടപ്പോൾ എത്തിക്കുകയാണ് ആള്. നമുക്ക് മുള്ളൊക്കെ അവനക്ക് ഇട്ട് കൊടുക്കാം. സൂപ്പറായി കഴിച്ചോളവൻ. ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ജോസ് വേൾഡിന്റെ